വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുത്താണത്. 1 വിസിൽ കൂടരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം, വേവ് കൂടാനും പാടില്ല. അതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് ഒഴിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് കൂടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ പഴുതിച്ചതിന് ശേഷം ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കനത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണം, നീളത്തിൽ. ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ അതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ വേണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് ഞരടിയതിന് ശേഷം ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ ഈ മാവൊന്ന് കലക്കിയെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി വേണം കേട്ടോ മാവിന്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റിസ്കിൻ്റെ പൊടിയോ ആയാലും മതി. ഉരുളക്കിഴങ്ങ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിയിൽ മുക്കിയെടുക്കുക. അതിന് ശേഷം ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കുക. ഈ ബ്രെഡിൻ്റെ പൊടിയിൽ ഉരുളക്കിഴങ്ങ് മുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ രണ്ട് വശം നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. അത് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഗോലിയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.